എന്തിനെങ്കിലും ആക്കാന്ന് കാണിക്കുന്നത്? പയ്യെ കഴിച്ചാൽ അകത്തേക്ക് തന്നെയല്ലേ പോകുന്നത്? നാളെ കുറച്ച് കാശ് കിട്ടിയാ കൊള്ളാം. അയ്യോ, നാളെ ബുദ്ധിമുട്ടാ ചേച്ചി. മറ്റന്നാള് വൈകിട്ട് തരാം. കുറച്ചല്ല, കുറച്ച് അധികം ആയിക്കോട്ടെ. ചേച്ചിയുടെ പറ്റുമൊക്കെ കഴിച്ച് ബാക്കി തുക ഡെപ്പോസിറ്റ് ആയിട്ട് അവിടെ കിടന്നോട്ടെ. എന്താ? നമ്മൾ ഈ കണക്കൂട്ടുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അവസാനം കമ്പേരി എണ്ണേണ്ടി വരും സുശീല. സുബോധമുള്ള ആരും കടന്നു ചെല്ലാൻ കൂടി മടിക്കുന്ന സ്ഥലമാണത്. 2 വർഷം മുമ്പ് ആ വീട്ടിലൊരു തൂങ്ങി മരണം നടന്നു. നല്ല സുന്ദരിയായ ഒരു തമ്പുരാട്ടിക്കുട്ടി. ആത്മഹത്യയാണെന്നും കൊലപാതകമാണെന്നും ഒക്കെ നാട്ടിൽ സംസാരം ഉണ്ടായിരുന്നു. ഈ സംഭവത്തോടനുബന്ധിച്ച് നമ്മുടെ രാധികയുടെ അച്ഛൻ ബാലൻ തമ്പിയുടെ പേരും പറഞ്ഞു കേട്ടിരുന്നു. പിന്നെ അതൊക്കെ എങ്ങനെയോ തേഞ്ഞു മാഞ്ഞു പോയി. പക്ഷെ ഇപ്പോഴും പല ദിവസവും രാത്രി ആ വീട്ടിൽ നിന്നും ഒരു സ്ത്രീയുടെ പൊട്ടിച്ചിരിയും ഏങ്ങിക്കരച്ചിലും ഒക്കെ കേൾക്കാം. ആ സമയത്തൊന്നും അതുവഴി ആരും നടക്കാൻ കൂടി ധൈര്യപ്പെടാറില്ല. ചിലപ്പോ നമ്മൾ രാവിലെ അയവാച്ചനെ കാണാൻ ചെല്ലുമ്പോ കുറച്ച് എല്ലും മുടിയും മാത്രമായിരിക്കും കിട്ടുക. അങ്ങനെ വല്ലതും സംഭവിച്ചാ പിന്നെ അത് വേര് വേര്. അയവാച്ചന്റെ പേടി മാറ്റാൻ ഞങ്ങൾ കണ്ടുപിടിച്ച കുറുക്കൊഴിയാണ്. എങ്ങനെയുണ്ട്? ആദിയും അന്തവുമില്ലാത്ത നിലയില്ലാ കയത്തിലാണ് നീ. ശനിയുടെ അപഹാരം ഇനിയും തീരാനുണ്ട്. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. അതാണ് സ്വാമി എന്റെ സ്ഥിതി. ശ്വാസം മാത്രമുണ്ട് ജീവിച്ചിരിക്കുന്നു എന്നതിന് തെളിവ്. അല്ല, ഇതിനൊരു മാറ്റം കാണുന്നുണ്ടോ സ്വാമി? പെരുവഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പോംവഴി വല്ലതും? മാറ്റം അനിവാര്യമാണ്. നിന്റെ പ്രവർത്തന മേഖല മാറും. കർമ്മമേഖല ഇനിയും പുഷ്ടിപ്പെടും. പ്രശ്നങ്ങൾ പലതും നിന്നെ പിടിച്ചു കുലുക്കും. പക്ഷേ പതറരുത്. അതിന്റെ അന്ത്യം വൻ വിജയത്തിലേക്കായിരിക്കും. പുതിയൊരു പാത നീ തന്നെ കണ്ടെത്തും. ഒരിക്കലും പൊളിയാത്ത സമ്പൽ സമൃദ്ധമായൊരു പാത. സമ്പൽ സമൃദ്ധമായൊരു പാത. സ്വാമി, എന്നു തീരും എന്റെ കഷ്ടം ഇന്നി മണ്ണിലേ, അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. തുല്യമില്ല മോദത്തോടു വീണകളേന്തി, വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ. സ്വത്രം. ഏത് കഴുതയാണ് രാവിലെ കിടന്ന്? ഹരി എന്നോട് പിണങ്ങിയിരിക്കുകയാണെന്ന് എനിക്കറിയാം. അല്ല, ആർക്കാണെങ്കിലും നീരസം തോന്നാതിരിക്കില്ല. അങ്ങനെയാണല്ലോ ഞാൻ നിന്നോട് പെരുമാറിയത്. എന്ത് ചെയ്യാം, ഞാൻ നിന്റെ അമ്മാവനായി പോയില്ലേ. നിന്നെ ഒന്ന് കരകയറ്റുന്നതുവരെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്കൊക്കോ? നീ മടങ്ങിപ്പോയ മുതലേ എനിക്കൊരു മനസാക്ഷി കുത്ത്. നീ ഒരു കാര്യം ചോദിച്ചിട്ട് ഞാൻ ചെയ്തു തന്നില്ലല്ലോ എന്ന് നിന്റെ അച്ഛനെയും അമ്മയൊക്കെ ഓർത്തപ്പോ എനിക്ക് അങ്ങ് ആകെ ഇരിക്കപ്പെടുന്നില്ലാതെ. എന്നാ അമ്മാവ ഇരിക്ക്. ആ, അവസാനം ഞാൻ അങ്ങ് തീരുമാനിച്ചു. ആ, ഇയാളാണോ യമകണ്ഠക്കുറിപ്പ്? എടോ, കൊടുക്കാനുള്ള കാശ് കൊടുക്കണോ? ഇതാരാ? ഇതെന്റെ അമ്മാവൻ, ഇത് സുശീലൻ. അമ്മാവനാ, എനിക്കറിയാം. ഹരി ഒരു ദിവസം 10 പ്രാവശ്യമെങ്കിലും അമ്മാവന്റെ കാര്യം പറയാം. മോനെങ്ങോട്ടാ? ഞാൻ ബാത്റൂമിലേക്കാ വരുന്ന. മോൻ പോയിക്കോ, ഞാൻ പിന്നെ വരാം. അപ്പൊ നിങ്ങൾ കുടുംബാരും സംസാരിച്ചോണ്ടിരിക്കും. 5000 രൂപ. നീ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട് ചെയ്ത് തന്നില്ലല്ലോ എന്നൊരു തോന്നൽ നിനക്കുണ്ടാകണ്ട. ഇനി പറ, ആ യുവാച്ചൻ എവിടെയുണ്ട്? അമ്മാവൻ എന്നെ തെറ്റിദ്ധരിക്കരുത്. അമ്മാവനെ കണ്ടിട്ട് വന്നപ്പോ മുതൽ എന്റെ മനസ്സിന് വല്ലാത്ത വിഷമം. അയവാച്ചനെ കാണിച്ചു കൊടുക്കാൻ മനസ്സ് തോന്നിയല്ലോ എന്ന്. മനസാക്ഷി കുത്ത് കാരണം വല്ലാത്ത നെഞ്ചുവേദന. ഇന്നലെ ഉറങ്ങാൻ പോലും പറ്റിയില്ല. ഒരു കാര്യം ചെയ്യ്, ഞാൻ 10000 രൂപയും തന്നേക്കാം. ഇനി മനസാക്ഷിക്ക് കുത്താനായി നീ നിന്നു കൊടുക്കരുത്. ഒരു സംശയം ചോദിച്ചോട്ടെ അമ്മാവ, അയവാച്ചനെ പിടിച്ചു കൊടുത്താൽ ആകെ കിട്ടുന്നത് 10000 രൂപയാ. അത് മുഴുവൻ എനിക്ക് തന്നാൽ പിന്നെ അമ്മാവൻ എന്താ ലാഭം? ലാഭവും നഷ്ടവും നോക്കിയല്ല
ഒരു കുടുംബത്തിന്റെ കണ്ണീരൊപ്പാൻ എന്നെ കൊണ്ട് സാധിച്ചാൽ ഞാൻ ചാരിതാർത്ഥ്യമുള്ളവനാണ്. ഹരി, എടാ ഈ പരസ്യം നോക്കിയേ. എവിടെ? ഈ ഫോട്ടോയിൽ കാണുന്ന അയ്യേ ഐവാച്ചൻ എന്നയാളെ കണ്ടുപിടിച്ച് കൊടുക്കുന്നവർക്ക് 3 ലക്ഷം രൂപ പ്രതിഫലം. 5 അടി 4 ഇഞ്ച് ഉയരം, ഇരുനിറം, തടിച്ച ശരീരപ്രകൃതം. ബോംബെയിലെ ഒരു പ്രമുഖ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും വലിയൊരു തുകയുമായി മുങ്ങിയ ഇയാളെ പറ്റി എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ താഴെ പറയുന്ന മേൽവിലാസത്തിൽ അറിയിക്കുക. മെസ്സേഴ്സ് പോപ്പറ്റ് ലാൽ, റൂം നമ്പർ 405, ഹോട്ടൽ പ്ലിമത്ത്, കോളേജ് ജംഗ്ഷൻ, പാലക്കാട്. അമ്മാവാ, ഓ അമ്മാവാ, ആ 10,000 കൂവ കൊടുത്ത് ഒരു കുടുംബത്തെ രക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുക അല്ലേ? ഏതായാലും തക്ക സമയത്ത് ദൈവം ഞങ്ങളെ രക്ഷിച്ചു. ദൈവമല്ല, മനോരമ. എന്തായാലും അമ്മാവനെ കാണിച്ചത് ഒട്ടും ശരിയായില്ല. നിങ്ങളെയൊക്കെ കണ്ടല്ലേ ഞങ്ങൾ പഠിക്കേണ്ടത്. ആ പോട്ടെ, നമുക്കൊരു 25,000 ഉറപ്പിക്കാം. ദേ അമ്മാവനാണെന്നൊന്നും ഞാൻ നോക്കില്ല. 3 ലക്ഷം കിട്ടുന്ന ഏർപ്പാടിന് 25,000 മുടക്കാവുന്നോ? രൂപ 2 ലക്ഷം രൊക്കമായി കൊണ്ടുവന്നാൽ ഞങ്ങൾ അയവാച്ചനെ കൊണ്ടുവന്ന് നിർത്തി തരാം. 2 ലക്ഷം രൂപയോ? വേണ്ടട മനുവനെ, ആശിച്ചിട്ട് ഞാനങ്ങ് വേണ്ടെന്ന് വെച്ചാ പോരെ. അല്ല അതെ, ഒരാഴ്ച കൊണ്ട് 1 ലക്ഷം രൂപ ലാഭം കിട്ടുന്ന ഏർപ്പാടാ. എന്നാ പോട്ടെ, ഒരു അവസാന വില ആ. 50,000 രൂപ. അമ്മാവൻ ചെല്ല്. 10:45 കവലയിൽ ഒരു ബസ്സുണ്ട്. അല്ലേ തന്നെ എന്റെ വാരഫലത്തില് ഈ ആഴ്ച ഒരുത്തനെ തല്ലുന്നുണ്ട്. എന്നാ പിടിക്കാൻ പിടിക്കാൻ. എന്തിന്? വെറുതെ. ഏതാ, എനിക്ക് ആകപ്പാടെ ഒരു ചൊറിച്ചില്. നിനക്ക് ചൊറിയുന്നുണ്ടോ? എനിക്കും ചൊറിയുന്നുണ്ട്, പക്ഷെ ചൊറി ഫീൽ ചെയ്യുന്നില്ല. എടാ ഹരി, ഇത് വകുപ്പ് ആൾമാറാട്ടോ. അകത്തായാലുണ്ടല്ലോ. നീ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? എന്റെ കണക്കൂട്ടിലൊന്നും തെറ്റിയിട്ടില്ല. നീ നോക്കിക്കോ, ഇന്ന് വൈകുന്നേരത്തിനാവും അമ്മാവൻ ഇവിടെ എത്തിയിരിക്കും. കിളവന് 100 ആയുസ. ഇനിയോ? അങ്ങോട്ട് അങ്ങോട്ട്. ഐ ആം കൃഷ്ണദാസ്. മിസ്റ്റർ പോപ്പറ്റ് ലാലിനെ ഒന്ന് കാണണമായിരുന്നു. പ്ലീസ് കം. ഗുഡ് മോർണിംഗ്. നമസ്കാരം. ഐ റീഡ് അഡ്വർടൈസ്മെന്റ് പേപ്പേഴ്സ്, മലയാള മനോരമ, ഹിന്ദു. ഐ വാച്ച് an information my hand. Thank you. I watch in custody under me. You give advance, I give I watch in advance. Bundle currency notes advance, I give I watch in. Mr. Krishtudas. In this business there is no advance. You bring Ivachan and we will give you the money, okay? First give some money, now. First Ivachan, then advance. Advance first approve I watch. No, first Ivachan, then advance. ഓ, ഈ കൊരങ്ങന്മാരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലായിക്കാനാ? സാർ, ചവിട്ടിയാ നിന്റെ അടിനാവ് ഇടിച്ച് കലക്കൂടാ. ഗുരുവായൂരപ്പ, മേ കുഞ്ഞനെന്ന് പിള്ള ഹും. ഞാൻ ക്രിസ്തുദാസാണ്. എന്തിനായിരിക്കും അയാൾ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? കാശടിക്കാൻ. ഇപ്പൊ മനസ്സിലായല്ലോ ഗുരുവിന്റെ തനി നിറം. കുഞ്ഞനെന്ന് പിള്ള ഹോ അല്ല. क्या चाहिए बोलो? मैं कुंजन बिल्ला हूँ. मैं पोपटलाल को देखने को लिए अल्लाह देखने के लिए आता है. पोपटलाल कहाँ है? मैं हूँ पोपटलाल. आप बैठो. मेरे पास अयोवाचन है. अरे क्या आईवन तुम्हारा पास है? अरे किशन, ये क्या बोल रहा है? മിസ്റ്റർ കുഞ്ഞാനന്ദൻ, ഞാൻ മലയാളം കുരച്ച് അരിയും. മിസ്റ്റർ ഐവാച്ചൻ എവിടെ ഉണ്ടു, എപ്പോ ഉണ്ടു? അയ്വാച്ചൻ എന്റെ കയ്യിലുണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞ 3 ലക്ഷം വളരെ കുറവാണ്. ഒരു 5 ലക്ഷം തന്നാൽ ഞാൻ അയാളെ ഏൽപ്പിച്ചു തരാം. वो क्या बोल रहा है किशन? वो बोलता है कि उसके पास ഐവാച്ചൻ है. हम 5 लाख देगा तो ഐവാച്ചൻ हमें देगा. 5 लाख? नहीं, ओनली 3 लाख. 3 ലക്ഷം തരാ പട്ടുള്ളൂ, 5 ലക്ഷം തരാ പട്ടിയില്ല പട്ടേ. ഞാൻ അടുത്ത ആഴ്ച അയാളെ ഏൽപ്പിച്ചു തരാം. അഡ്വാൻസ് 1 ലക്ഷം തരണം. एडवांस 1 लाख मांगता है भाई. एडवांस मांगते हैं? हाँ. नीचे देखो, തരാ പട്ടിയില്ല. നീങ്ങ വന്നേ. ആ പപ്പടത്തിന്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങി തന്നാൽ നിനക്ക് ഞാൻ 25,000 രൂപ കമ്മീഷൻ തരാം. ആ കിഴക്കുന്നത് അറിയണ്ട. കമ്മീഷൻ 25,000 രൂപ ആദ്യം തരികയാണെങ്കിൽ ഈ മരമാക്രിയുടെ കയ്യിൽ നിന്ന് ഞാൻ 1 ലക്ഷം രൂപ വാങ്ങിച്ചു തരാം. അത് പറ്റില്ല. നിങ്ങളെ എനിക്ക് പരിചയമില്ലാതെ ഞാൻ ഇങ്ങനെ രൂപ തരും. ആദ്യം 1 ലക്ഷം, അപ്പൊ 25,000. क्या किशन, ये मरमाकरी क्या है? मरमाकरी उनकी बीवी का नाम है साहब. वो भी इनकी जैसी है. സാറന്മാരെ, ഒരു 50,000 അഡ്വാൻസ്. ए कुഞ്ഞാനന്ദൻ,
3 ലക്ഷം തരും അയവാച്ചിനെ കൊണ്ടുവന്നാൽ. കൂടുതൽ വിലപേശം വന്നാൽ ദാ കണ്ടല്ലോ, പോകാം. ആലുണ്ടായ കളി. നിങ്ങൾ ഫാമിലി ആയിട്ട് നക്കികൾ തന്നെ. അരേ മോനെ, ഓ മറ്റൊരു പിണക്കം. എടാ, നിന്റെ അമ്മ ചെറുപ്പത്തിൽ ഇങ്ങനെയായിരുന്നു. നീ പിണങ്ങിയിരിക്കുന്നത് കാണുമ്പോ എനിക്ക് അവളെ ഓർമ്മ വരുന്നത്. ആ പിന്നെ അയവാച്ചൻ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഒരു ഉറപ്പ് തരാതെ ഞാൻ എങ്ങനെയാണ് ഒരു വാക്ക് പറയുന്നത്? അതല്ലേ ഞാനൊന്നും മിണ്ടാതെ പോയി കളഞ്ഞത്. അത് കഴിഞ്ഞപ്പോ എനിക്ക് ആകെ വിഷമമായി. അതാ ഇപ്പൊ ഓടി വന്നേ. മോനിങ്ങോട്ട് നോക്കിയേ. ഇനിയിപ്പോ കൂടുതലൊന്നും ആലോചിക്കാനില്ല. നമ്മൾ ഈ ബിസിനസ് ഉറപ്പിച്ച് കഴിഞ്ഞു. അമ്മാവന്റെ മുമ്പിൽ അയവാച്ചനെ ജീവനോടെ കാണിച്ചു തന്നാ പോരെ? അത് ഞാൻ ഏറ്റു. എപ്പോ? ഇന്ന് രാത്രി തന്നെ. എന്ത് ചെയ്യാം, ഒരു മരുമോനെ ഇത്രയും വിശ്വാസമില്ലാത്ത ഒരു അമ്മാവൻ. പിന്നൊരു കാര്യം, അയവാച്ചനെ കാണിച്ചു തന്നാൽ 1.5 ലക്ഷത്തിൽ അഡ്വാൻസ് ആയിട്ട് 50,000 രൂപ നാളെ തന്നെ എന്നെ ഏൽപ്പിക്കണം. ഇത്രയും വലിയൊരു തുക അഡ്വാൻസോ? ഒരു വലിയ ബിസിനസ് ആവുമ്പോ അഡ്വാൻസ് തുകയുടെ വലിപ്പം ഇത്തിരി കൂടും. എങ്കിൽ തന്നെ എന്താ, 1.5 ലക്ഷം രൂപയല്ലേ ഒറ്റ ആഴ്ച കൊണ്ട്. അമ്മാവനാണ് മോശമല്ല. നീ ഒട്ടും മോശമല്ലടാ മരുമോനെ. അമ്മാവൻ സമ്മതിച്ചു. 1 ലക്ഷത്തിന്. വെറുതെ ഈ ഗൗൺ ഇട്ടുകൊണ്ട് കോടതി വരാതെ ചൊറിഞ്ഞു നിന്നിട്ട് എന്താണ് കാര്യം? കേസും വക്കാലത്തും ഒക്കെ കളയടേ. അമ്മാവൻ അഡ്വാൻസ് ആയിട്ട് തരാൻ പോകുന്നത് എത്രയെന്ന് അറിയാമോ? 5,000 അല്ല, 10,000 അല്ല, 25,000 അല്ല, 50,000 രൂപ.